എല്ലാവർക്കും ആൾക്കാർ കുറച്ച് കമ്മിയാണല്ലോ. സാരില്ല, വരുമായിരിക്കും. അപ്പം ഗുഡ് ഈവനിങ് ആൻഡ് എ വാം വെൽക്കം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. എല്ലാവർക്കും once again warm welcome to yet another learning session. നമ്മൾ ഭഗവത്ഗീത 13-ാം അധ്യായം സമർപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു തന്ന വഴിയിലൂടെ ഇന്ന് നമ്മൾ 14-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം നമുക്ക് അറിയാം, ഭഗവത്ഗീത ഈസ് ആക്ച്വലി ഡിവൈഡഡ് ഇൻടു 3 പാർട്സ്. അതായത് 18 അധ്യായങ്ങളെ 3ആയി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 6 അധ്യായങ്ങൾ, രണ്ടാമത്തെ 6 അധ്യായങ്ങൾ, നമ്മളിപ്പോൾ അവസാനത്തെ 6 അധ്യായങ്ങളാണ്. ഈ 6 അധ്യായങ്ങൾ അല്ലെങ്കിൽ 6 കാര്യങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ അതിനെന്താ പറയുക? ഷഡ്ഗം. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവസാനത്തെ ഷഡ്ഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ 14 എത്തിയില്ലേ അല്ലേ? അപ്പം അപ്പം അതിന് പറയുക ചരമ ഷഡ്ഗം. അവസാനത്തെ എന്നുള്ളതിനാണ് ചരമ ഷഡ്ഗം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഈ ഒന്നാമത് ഈ ചരമ ഷഡ്ഗം, ഈ അവസാനത്തെ 6 അധ്യായങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ആത്മജ്ഞാനം ആണ് ഇതിൽ കീ ടോപ്പിക്, അല്ലെങ്കിൽ അത് തന്നെയാണ് ആത്മജ്ഞാനം എന്നുള്ളതാണ് ടോപ്പിക്ക്. അപ്പോൾ ഇതിൽ 13, 14, 15 അതിന് ഈ ജ്ഞാനയോഗം, ആത്മജ്ഞാനം തന്നെയാണ് അതിൻ്റെ ടോപ്പിക്. അപ്പോൾ നമ്മൾ 13-ൽ നമുക്ക് അതിൻ്റെ ഭഗവാൻ ഒരു ഫൗണ്ടേഷൻ തന്നു. 14 അതൊന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ 14-ാമത്തെ അധ്യായം ഒരു കുഞ്ഞ അധ്യായം. വേഗം നമുക്ക് അത് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഭഗവാൻ വിശദമായിട്ട് 14 ശ്ലോകത്തിലാണ് 13-ാം അധ്യായത്തിൽ ഇതേ കാര്യങ്ങൾ ക്ഷേത്രം, ക്ഷേത്രജ്ഞം, പുരുഷൻ, പ്രകൃതിയൊക്കെ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. അവിടെ നിന്ന് ഇപ്പം അവസാനത്തെ സെക്കൻഡ് പാർട്ട് ഓഫ് ഇറ്റ്, ഓക്കെ, രണ്ടാമത്തെ തലത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇത് ഈ 13, 14, 15 നമ്മൾ പറഞ്ഞു ആത്മജ്ഞാനമാണ്. അപ്പം ആത്മജ്ഞാനം ആവുമ്പം നമ്മൾ പറയണില്ലേ, സർവോപനിഷതോ ഗാവോ, സർവ ഉപനിഷത്തായ ആ പശുവിനെ ഈ ഭഗവാൻ ദോഗ്ധാവായിട്ട്, ഒരു കറവക്കാരനായിട്ട് നമുക്ക് കറന്നു തരികയാണ്. സർവ്വ ഉപനിഷത്തിൻ്റെയും ആ എസൻസിനെ നമുക്കിപ്പോൾ നമുക്ക് ആക്ച്വലി ഇൻഫിനിറ്റ് ഉപനിഷത്തുകളുണ്ട്. നമ്മൾ 108 ഉപനിഷത്തുകൾ 18 എണ്ണത്തിനെയാണ് നമ്മൾ ശങ്കരാചാര്യ ഭാഷ്യം എഴുതിയിട്ട് നമുക്കായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കണം. ആ 18 എണ്ണത്തിൻ്റെ ഒരു ഉപനിഷത്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല അല്ലേ? അപ്പം അതിനെയും കൂടി കാറ്റിക്കുറുക്കി അതിൻ്റെ എസൻസ് ആണ് ഈ 3 അധ്യായങ്ങൾ 13, 14, 15 തരുന്നത്. അപ്പം ഈ ആത്മജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾക്ക് അറിയാം, നമ്മൾക്ക് 2 തരത്തിലുള്ള നമ്മളുടെ ഒരു പ്രകൃതമുണ്ട്. നമ്മൾ മനുഷ്യന് 2 തരത്തിലുള്ള പ്രകൃതമുണ്ട്. ഒന്ന് ഒരു ഹയർ ലെവൽ പ്രകൃതം, ഒന്നൊരു ലോവർ ലെവൽ പ്രകൃതം. ഒന്നും മോശമല്ല. ഇപ്പോഴും നമ്മളിപ്പോൾ ഹയർ അപ്പർ പ്രൈമറി ആണോ നല്ലത്, ലോവർ പ്രൈമറി ആണോ നല്ലത് എന്ന് ചോദിക്കണമല്ലോ. രണ്ടും വേണ്ടതാണ്. അപ്പം അതുപോലെ നമുക്ക് രണ്ട് തലങ്ങളുണ്ട് ഏതൊരു വ്യക്തിക്കും. അതിൽ ആ ഉന്നത തലത്തിനെയാണ് നമ്മൾ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന്, നമ്മുടെ ട്രാൻസാക്ടറി വേൾഡിൽ നമുക്കൊരു പേരുണ്ട്, അഡ്രസ്സ് ഉണ്ട്, ബന്ധങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. അതല്ലാതെ ഇവിടെ മാറാത്ത ആ ഞാൻ എന്ന അത് ആരാണ്? ആ സെൽഫ്. സോ ദ ഹയർ സെൽഫിനെ കുറിച്ചിട്ടുള്ള നോളജാണ്, നമ്മളുടെ ഹയർ നേച്ചറിനെ കുറിച്ചിട്ടുള്ള നോളജാണ് ആത്മജ്ഞാനം. അപ്പം ഇത് ക്ഷേത്രജ്ഞനാണത് എന്ന് ഭഗവാൻ പറഞ്ഞു തന്നു. അതിനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ക്ഷേത്രം എന്നത് ശരീരമാണ്. അതുപോലെ നമ്മൾ പുരുഷ പ്രകൃതി തത്വം, അതിൽ ആ പുരുഷ തത്വമാണ് ആ ഹയ്യർ സെൽഫ്. ആ പുരുഷ തത്വം എന്താണ്? അത് എല്ലാത്തിനെയും നമുക്ക് കാണിച്ചു തരുന്നത് എന്തോ, കണ്ണിന് കണ്ണായ കണ്ണ് അത്. അപ്പം നമ്മൾ പറഞ്ഞു അത് ആ ഒരു സാക്ഷീഭാവത്തിൽ ഇവിടെ ഉള്ളത് എന്താണ്? നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മൾ ഒന്നും അറിയുന്നില്ല. നമ്മൾ ആ ലോവർ സെൽഫിനെ പറ്റിയിട്ട് നമ്മുടെ അഡ്രസ്സോ ഐഡന്റിറ്റിയോ പേരോ വെയിറ്റോ ഹൈറ്റോ ദേഷ്യമോ സങ്കടമോ ഒന്നും അറിയാത്ത തലത്തിൽ നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ട് ഒന്നും അറിയില്ല.
ഒന്നും അറിയാതിരിക്കുമ്പോൾ നമ്മുടെ ലോവർ സെൽഫിനെ കുറിച്ച് ടോട്ടലി ഇഗ്നോറൻ്റ് ആയിട്ട് അങ്ങനെ ഉള്ള സമയത്ത് ആ ഒരു ഉറക്കം കഴിഞ്ഞ് ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ് ഞാൻ നന്നായി ഉറങ്ങി എന്ന് പറയുന്ന ആ സാക്ഷിഭാവത്തിലുള്ള ആ ഞാൻ, അതാ ആ ഞാനിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഇനി നമ്മളുടെ ട്രാൻസാക്ഷണൽ വേൾഡ് എടുക്കുമ്പോൾ ഇവിടെ കാണുന്നതെല്ലാം ആ പ്രകൃതി തത്വം, പക്ഷെ അതിനെ കാണിച്ചു തരുന്ന ആ എക്സിസ്റ്റൻസ്, ആ പ്രിൻസിപ്പിൾ അതെന്താണ്? അതാണ് നമ്മളുടെ ദൃക് എന്ന ആ കാണുന്ന വ്യക്തി, ഈ പറഞ്ഞ ആ സാക്ഷിഭാവത്തിലുള്ള ആ തത്വം, ആള് എന്ന് പറയാൻ പറ്റില്ല, ആ തത്വം അതാണ് ദൃക്ക്. ഇവിടെ കാണുന്നതെല്ലാം ദൃശ്യം. ഇത് രണ്ടും രണ്ടാണ്. ഇത് രണ്ടുമുണ്ട്. രണ്ടും നമുക്ക് അനുഭവ യോഗ്യമാണ്. ആ ഹയർ സെൽഫ് നമുക്ക് അനുഭവ യോഗ്യമാവാൻ നല്ല ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അതിനെ അറിയാൻ പറ്റില്ല. അത് ഇന്ദ്രിയമാണ്, ഇന്ദ്രിയങ്ങൾക്ക് ഉപരിയാണ് അല്ലെ. പക്ഷെ എന്ന് കരുതി അതില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഉള്ളത് അല്ലേ. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഉണർന്നിട്ട് ഞാൻ ഉറങ്ങി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് അപ്പോഴും ഉണർവോടെ മാറ്റമില്ലാതിരിക്കണം. നമ്മൾ ജനിച്ചിട്ട് ഇപ്പൊ സർവ്വതും നമ്മുടെ ബോഡിയിലെ എല്ലാ സെല്ലുകളും മാറിക്കഴിഞ്ഞു. പക്ഷെ ആ ജനിച്ച അപ്പം മുതൽ ഇതുവരെയും മാറാത്ത ഒന്നായിട്ടൊരു ഉണ്ട് നമ്മളിൽ അല്ലേ, അത് അപ്പം അതാണ് ആ ദൃക്ക്. ബാക്കിയെല്ലാം ദൃശ്യം. അപ്പം ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ രണ്ട് തലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ഈ ദൃശ്യപ്രപഞ്ചത്തെ അറിയാൻ, അതായത് നമ്മൾ കണ്ണും കയ്യും മുക്കും ഉള്ള ഇതിനെ അറിയാൻ നമുക്ക് വലിയ പ്രയാസമില്ല. അതേസമയം ആ സട്ടിലായിട്ടുള്ള ആ പുരുഷ തത്വത്തെ അറിയണം എന്നുണ്ടെങ്കിൽ രണ്ടും ഉണ്ട് എന്നുള്ളത് അറിയണം നമ്മൾ. അപ്പൊ അതിനെയാണ് ദൃക്ക് ദൃശ്യ വിവേകം എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ ഉപനിഷത്തുകളൊക്കെ നമ്മൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു കാര്യം, ദൃക്ക് ദൃശ്യ വിവേകം. അത് അറിയണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? അതിനൊരു മെത്തേഡ്. ഓക്കെ, ഒരു മെത്തേഡ് എന്താണ്? അതും അതെ, നമ്മൾ ശങ്കരാചാര്യരുടെ ആൾക്കാരായത് കാരണം നമുക്ക് അതും അറിയാം. അതെ, എങ്ങനെയാണ് നമ്മൾ നെഗേറ്റ്. ഇപ്പം ഒരു പെണ്ണെടുത്തു, ഇത് ബ്രഹ്മമല്ല. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെ അതല്ല. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എപ്പോഴും ഒന്നുണ്ട്. ഏതാണോ എല്ലാം കഴിഞ്ഞിട്ടും എല്ലാം അല്ലാതായിട്ടും ഉള്ളത് ഉണ്മയായിട്ട് നിലനിൽക്കുന്നത് ഏതാണോ അത്. അപ്പം ആ അതല്ല പറഞ്ഞ നേതി എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും നമ്മളുടെ എല്ലാതും അല്ലാതെ ആയിക്കഴിഞ്ഞാലും ഏതാണോ ഒന്നുള്ളത് അതിനാണ് ആ പുരുഷ തത്വം അഥവാ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ദൃക്ക് ദൃശ്യ വിവേകം എന്ന് ഉപനിഷത്തിൽ ധാരാളമായിട്ട് പറയുന്ന കാര്യമാണ്. വിവേക ചൂടാമണിയിലും അല്ലെങ്കിലും തത്വബോധത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് അത് കാണാം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഒരു വാക്ക്. ഏതെങ്കിലും ഒരു സ്വാമിജിയുടെ ഒരു പ്രഭാഷണം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ദൃശ്യ വിവേകം എന്നുള്ളത്. അപ്പം ഇതിന്റെ ഫൗണ്ടേഷൻ 13ാമത്തെ അധ്യായത്തില് ഭഗവാൻ പറഞ്ഞു തന്നു. ഇനി ഇവിടെ 14ാമത്തെ അധ്യായത്തില് എന്താണ്? അതേ തത്വം തന്നെ അവിടെ നമ്മൾ എങ്ങനെയാണ് ഇതേ തത്വത്തെ നമ്മൾ ആ വിറ്റ്നസ് പ്രിൻസിപ്പിളായിട്ട് ആ സാക്ഷിഭാവമായിട്ടാണ് ഭഗവാൻ അവതരിപ്പിച്ചത്. ഇവിടെ അതേ തത്വത്തെ, ആത്മതത്വത്തെ ഗുണാതീതമായിട്ട്, ഓക്കെ, ഗുണാതീതമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മ എന്നുള്ളത് നിർഗുണം ആത്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതേ സാക്ഷിഭാവത്തെ ഇവിടെ ഗുണാതീതം ആയിട്ട് എന്താണോ, അതായത് ഗുണാതീതം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം ഗുണങ്ങൾ ഏതൊക്കെയാ? ത്രിഗുണങ്ങളാണ്, സത്വ രജ തമോ. ഈ ഗുണങ്ങളിൽ നിന്നാണ് ഇനി വരുന്ന ബാക്കി എല്ലാ ഗുണങ്ങളും ആവുന്നത് കേട്ടോ, അല്ലെ. സത്വ രജ തമോ ഗുണങ്ങൾക്ക് അതീതമായിട്ട്. അല്ലാന്ന് ഇപ്പൊ നമ്മള് ഗുണങ്ങൾ എന്ന് വെച്ചാല് നമ്മൾക്ക് ക്വാളിറ്റീസ് അല്ലെ, ഒരു നല്ല സദ്ഗുണ സമ്പന്നനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക? ഓക്കെ, ഹാസ് ഗോട്ട് ഗുഡ് ക്വാളിറ്റീസ് അല്ലെ. അപ്പൊ ഗുണങ്ങളെ നമ്മൾ ക്വാളിറ്റി എന്ന് എടുക്കാം. അപ്പൊ നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അല്ല ഏതൊരു സാധനമാണെങ്കിലും നമ്മൾ ഗുണങ്ങൾ വെച്ചിട്ടാണ് നമ്മളെ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെ. അപ്പം വ്യക്തിയുടെ ഗുണങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നപ്പം ഈശ്വര ഗുണങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് സഹസ്രനാമം അല്ലെ. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഗുണങ്ങളെ അവിടെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വം, വിഷ്ണു, വഷട്കാര അല്ലെ, ഭൂത, ഭവ്യ, ഭവപ്രഭു, ഭൂതാത്മ, ഇതെല്ലാം ഓരോരോ ഗുണങ്ങളാണ്. ശ്രീ,
മാതാ മഹാരാജ്ഞി സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത, ഇതൊക്കെ ഓരോ ഗുണങ്ങളാണ്, ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആർ ഡിസ്ക്രൈബ്. അപ്പോൾ അതും ഗുണങ്ങളാണ്. ഇത് തന്നെ നമ്മൾ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് ഓരോ എലമെന്റ്സിനെയും ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് ഇപ്പോൾ അറ്റോമിക് നമ്പർ 1ഉം 2ഉം തമ്മിൽ വ്യത്യാസം? അതിന്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം, അതായത് ഗുണങ്ങൾ വ്യത്യാസം. അപ്പൊ നമ്മൾ അങ്ങനെ എടുക്കുകയാണെങ്കിലും ധാരാളം ഗുണങ്ങളുണ്ട്. ഇപ്പൊ സഹസ്രനാമത്തിൽ നമുക്കറിയാം സഹസ്ര ഗുണങ്ങളാണ് പറയുന്നത്. അതും ശിവസഹസ്രനാമുണ്ട്, വിഷ്ണു സഹസ്രനാമുണ്ട്, ലളിതാ സഹസ്രനാമുണ്ട്. അപ്പം അങ്ങനെ ഈശ്വര ഗുണങ്ങൾ നമ്മൾക്ക് വർണ്ണിക്കാൻ ഇതാവില്ല. അപ്പൊ അത്രയും ഗുണങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ പീരിയോഡിക് ടേബിൾസിലെ എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ, എലമെന്റ്സ് ആർ റിയൽ മാറ്റേഴ്സ് അല്ലേ, നമുക്ക് കാണാൻ പറ്റും, ശ്വസിക്കാൻ പറ്റും, മണക്കാൻ പറ്റും, അതുപോലത്തെ സാധനം. അതും ഗുണങ്ങൾ വെച്ചിട്ടാണ് അതിന് വേരി ചെയ്യുന്നത്. അപ്പം ഈ എല്ലാ ഗുണങ്ങൾക്കും അതീതമായിട്ട് എന്താണോ പ്രിൻസിപ്പിൾ, അഥവാ ഈ എല്ലാ ഗുണങ്ങളും എവിടുന്നാണോ വന്നിരിക്കുന്നത് അത് ആ പ്രിൻസിപ്പിൾ എന്താണ്? അപ്പൊ ഗുണാതീത എന്ന്. അപ്പം ഈ ഗുണങ്ങളും സോ നമ്മളിപ്പോ എന്താ പറഞ്ഞ തുടക്കത്തിൽ നമ്മൾ ത്രിഗുണങ്ങൾ എന്ന് വെച്ചാൽ തുടങ്ങിയത് അല്ലെ, സത്വ രജ തമോ. ഇത് നമ്മളെ ബേസിക് 3 ഗുണങ്ങൾ. ആ 3 ഗുണങ്ങളുടെ തന്നെ തുടർച്ചയാണ് നമ്മൾ പറഞ്ഞ മറ്റു ഗുണങ്ങളെല്ലാം. ഈ സത്വ രജ തമം എന്ന് വെച്ചിട്ട് ഈ 3 നമ്മുടെ ബേസിക് ഗുണങ്ങൾ. അതിന്റെ തുടർച്ചയാണ് മറ്റു പറഞ്ഞ 1000 ഗുണങ്ങളാവാം, ഇൻഫിനിറ്റ് ആയ ഗുണങ്ങളാവാം, പീരിയോഡിക് ടേബിൾ എലമെന്റൽ ഗുണങ്ങളാവാം. അതെല്ലാം ഇതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്, അതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് മാത്രമാണ്. അപ്പോൾ ബേസിക് ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഈ ത്രിഗുണങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ 13ാം അധ്യായത്തില് ആത്മതത്വത്തെ സാക്ഷി ഭാവം അഥവാ വിറ്റ്നസ് പ്രിൻസിപ്പിൾ ആയിട്ട് ഭഗവാൻ പറഞ്ഞു തന്നു. അത് തന്നെ ഇനി ഈ ഗുണത്രയങ്ങൾക്കും ഉപരിയായിട്ട്, ഗുണത്രയങ്ങൾക്കും അതീതമായിട്ടുള്ള വിഭാഗമായിട്ട് പറയുന്നു. 13ാം അധ്യായത്തിലോ ക്ഷേത്രജ്ഞ വിഭാഗയോഗം, അവിടെ ആ ക്ഷേത്രജ്ഞനായിട്ടുള്ള ആ സാക്ഷിഭാവത്തെയാണ് പറഞ്ഞത്. ഇവിടെ 14 എങ്ങനെയാണ്? ഗുണത്രയ ഗുണാതീത വിഭാഗ യോഗമായിട്ട് ഭഗവാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഗുണങ്ങൾ ചേർന്നതിന് നമ്മൾ എന്താ പറയുക? അതിനാണ് സഗുണം എന്ന് പറയുക. പക്ഷെ ഗുണാതീതം എന്ന് പറയുമ്പോൾ അത് നിർഗുണമാണ്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കുക, നേരത്തെ സാക്ഷിഭാവമാണ്, അതാണ് നമ്മളുടെ ആ ഹയർ നേച്ചർ എന്ന് മനസ്സിലാക്കി. ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ പോകുന്നത്? നമ്മൾ ആ ഗുണാതീതമായിട്ടുള്ള ആ ആത്മാവും നമ്മളാണ് എന്ന് പറഞ്ഞു തരുന്നു. അങ്ങനെ 14ാം അധ്യായം. അത ചതുർദശോऽധ്യായഃ ഗുണത്രയ വിഭാഗ യോഗഃ. ശ്രീ ഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിതോ ഗതാഃ. അപ്പം ഇവിടെ രസം എന്താ എന്ന് വെച്ചാല്, ഭഗവാൻ, നമ്മൾ സാധാരണ അർജുനന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൻസർ പറയുന്നു ഭഗവാൻ ചെയ്യുക അല്ലെ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഭഗവാൻ തന്നെ പറയണം. ഭഗവാൻ ഉവാച. ഓഡിയോ ക്ലിയർ ആണോ? എന്താ വെച്ചാല് ലാപ്ടോപ്പ് ഒരു ശബ്ദം, ഒരു നോയ്സ് ഉണ്ടാക്കണം. ക്ലിയർ. ഓക്കെ, താങ്ക് യു. അപ്പം ഭഗവാൻ ഇവിടെ ഭഗവാനായിട്ട് ഇത് ഈ ആത്മതത്വം കണ്ടിന്യൂ ചെയ്യാണ്. അപ്പം അതിന് നമുക്ക് പല കാരണങ്ങൾ എടുക്കാം. ഇത് കേൾക്കുന്ന വ്യക്തി അർജുനൻ വളരെ ശ്രദ്ധാപൂർവം താല്പര്യപൂർവം കേൾക്കുന്നുണ്ടാവും. അപ്പോഴല്ലേ ഒരു ടീച്ചർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു കാരണമായിരിക്കാം. രണ്ടാമത് ഈ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഈ സബ്ജക്റ്റിന്റെ കോംപ്ലക്സിറ്റി അറിയാം. അപ്പോഴാണ് റിപ്പീറ്റായിട്ട് പല തരത്തിലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അല്ലേ. ഇത് രണ്ടും ആയിരിക്കാം. അപ്പം ശങ്കരാചാര്യര് അതാണ് പറഞ്ഞത്, ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. ഈ ഒരു വിഷയം നമ്മളിപ്പോൾ കേട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെയും തന്നെ അല്ലേ. നമുക്ക് ആ 2ാമത്തെ അക്ഷരം മലയാളത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് തന്നെ. അപ്പൊ ഈ ഒരു വിഷയത്തിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കോംപ്ലക്സായിട്ട് വേറൊരു വിഷയം ഈ പ്രപഞ്ചത്തിലില്ല. അതാണ് ആ വിഷയത്തിന്റെ കോംപ്ലക്സിറ്റി. അതുകൊണ്ട് ആ അഖില ഗുരുവായിട്ടുള്ള ഭഗവാൻ അല്ലെ, ഭഗവാൻ അഖില ഗുരുവാണ്. അപ്പൊ ജഗദ്ഗുരുവാണ് ഭഗവാൻ. ആ ഭഗവാൻ അറിയാം, അതിനെക്കാട്ടിലും വലിയൊരു ഗുരു ഇല്ല. അപ്പൊ ശിഷ്യന്മാർക്ക് എത്ര റിപ്പീറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇത് വളരെ
ആവർത്തിച്ച് ആവർത്തിച്ച് പല തരത്തിൽ പറഞ്ഞു കൊടുക്കണം. അത് അതിസൂക്ഷ്മ ആയിട്ടുള്ള ഈ ഒരു തത്വമായത് കാരണം വളരെ പ്രയാസമാണ് ഒരാൾക്ക് അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് അതിനെ വോളണ്ടറി ആയിട്ട് പറയുന്നത് 2 കാര്യങ്ങളുണ്ട്. അതേ കാര്യമാണ്, പക്ഷെ പലതരത്തിലും പറയുന്നത്, വേറൊരു ആംഗിളിൽ പ്രസന്റ് ചെയ്യണം നമ്മൾ പറഞ്ഞു. അപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ പുനരുക്തി ദോഷം എന്നാ പറയുക. അപ്പൊ ഈ പറഞ്ഞതിനെ തന്നെ വീണ്ടും വീണ്ടും പറയുന്ന ഇവിടെ പറയുമ്പോൾ നമ്മൾ തന്നെ പറയും, നമ്മളൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അപ്പാ നമ്മൾ പറയും അതൊക്കെ എനിക്കറിയാം അല്ലേ. അറിയുന്ന കാര്യം ഒരാൾ പറഞ്ഞു വെച്ചാൽ അതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? നമുക്ക് അറിയുന്നതാണ്, പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? നമുക്ക് അറിയുന്ന ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ ദാറ്റ്സ് റൈറ്റ് എന്ന് പറയണ ശരിയാണ് എന്ന് നമ്മൾ സമ്മതിക്കില്ലേ. അതൊക്കെ എനിക്കറിയാം, പറയേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഉടനെ നമ്മളുടെ ഒരു നേച്ചർ നോക്കി ആലോചിച്ച് നോക്കും. അപ്പം നമ്മൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് പുനരുക്തി, അതായത് റെപ്പിറ്റീഷൻ, അതൊരു ദോഷമായിട്ടാണ് കാണുക. നമുക്ക് കുട്ടികളുടെ അടുത്തൊക്കെ നമുക്ക് ധാരാളം അത് കാണാം. എത്ര പ്രാവശ്യം അത് പറയണം നമ്മളും അങ്ങോട്ട് പറയും ഇല്ലേ. നമുക്ക് റിപ്പീറ്റ് ചെയ്യണം നമുക്ക് ഇഷ്ടമല്ല, എന്നിരുന്നാലും ചെയ്യാത്തത് കൊണ്ട് നമ്മൾ പറയുന്ന നിലയ്ക്ക് എത്താത്തതുകൊണ്ട് നമ്മൾ എഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് പുനരുക്തി ദോഷം എന്നതാ പറയുന്നത്. അത് പക്ഷെ ഇവിടെ ആ പുനരുക്തി ദോഷം ഇല്ല. എന്താ കാരണം? ഇവിടെ ഈ പുനരുക്തി എന്നത്, റിപ്പീറ്റേഷൻ എന്നുള്ളത് ഒരു അലങ്കാരമാവുകയാണ്. ബിക്കോസ് ഓഫ് ദ സബ്ജക്റ്റ് അത്രയും കോംപ്ലക്സ് ആണ്, അത്രയും സട്ടിൽ സബ്ജക്റ്റ് ആണ്. സട്ടിൽ എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ സബ്ജക്റ്റ് ആണ്. ഇത് പിടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ശിഷ്യന്മാരും അതുപോലെ ശ്രദ്ധാലുക്കളും താല്പര്യമുള്ളവരും ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളവരുമായിരിക്കണം. അതുപോലെ തന്നെ അത് അറിയുന്ന ഗുരു അതറിഞ്ഞ് നമുക്ക് പറഞ്ഞു തരുന്നതും കൊണ്ട് അതോടെ പുനരുക്തി ദോഷമല്ല, ഇവിടെ അതൊരു അലങ്കാരമാണ്. അപ്പം ഗുണത്രയ ഗുണാതീത വിഭാഗ യോഹ. അപ്പം ഭൂയഃ പ്രവക്ഷ്യാമി. അപ്പം പ്രവക്ഷ്യാമി ഞാൻ പറഞ്ഞു തരാം. പ്രവക്ഷ്യ പറയ, ആമി ഞാൻ പറഞ്ഞു തരാം. എന്ത്? അതേ പറഞ്ഞ കാര്യം, ഭൂയഃ പറഞ്ഞു തന്ന അതേ കാര്യം തന്നെ. എന്താണ് പറഞ്ഞു തരാൻ പോകുന്നത്? ആത്മജ്ഞാനം. ഓക്കെ, അത് എങ്ങനത്തെ ആത്മജ്ഞാനം ആണെന്ന് അവനോട് പറയുന്നത്. ആത്മജ്ഞാനം പരമുത്തമം. ഓക്കെ, പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനം ഉത്തമം, അത് അത്രയും ഉത്തമമാണ്. അപ്പൊ പരം ഭൂയ, ഓക്കെ, പരമമായ ആ ജ്ഞാനമാണ്, അത് ഒത്തിരി ഉത്തമമാണ്. പരമമായ ജ്ഞാനവുമാണ്, അത് ഉത്തമമായ ജ്ഞാനമാണ്. അതേ ജ്ഞാനത്തിന് 2 വിശേഷണങ്ങൾ കൊണ്ടാണ് ഇവിടെ പറയുന്നത്. അത് പരമായ ജ്ഞാനമാണ്, സൂപ്പർലേറ്റീവ് ആണ്, അത് ഉത്തമമാണ്, അത് ഗ്രേറ്റസ്റ്റ് ആണ്. അങ്ങനെ 2 അഡ്ജക്റ്റീവ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഒരു ഗ്രേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഒറ്റ ഗ്രേറ്റസ്റ്റ് അല്ല, അത് 2 തരത്തിൽ അത് എത്രയും ഗ്രേറ്റസ്റ്റ് ആണ്. ഇവിടെ അത് ശങ്കരാചാര്യർ പറയാണ് ഇത് എന്തുകൊണ്ടാണ് ഇത്ര 2 ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ആ പരം എന്ന് പറയുന്നത് ഈ വിഷയം തന്നെ, അത് സാധാരണ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള വിഷയമല്ല അല്ലെ. ഇപ്പൊ നമ്മളെ കുറിച്ചോ ഒരു പ്ലാനറ്റിനെ കുറിച്ചോ ഒരു മലയെ കുറിച്ചോ ഒരു പുഴയെ കുറിച്ചുള്ള അങ്ങനത്തെ ഒരു വിഷയമല്ല. അതുകൊണ്ട് വിഷയം കൊണ്ട് തന്നെ അത് ഏറ്റവും പരമമാണ്, അൾട്ടിമേറ്റ് ആണ് ആ വിഷയം കൊണ്ട് തന്നെ. അതേപോലെ അപ്പം അത് ആ പരമാർത്ഥ സത്യത്തെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ വിഷയം എന്നുള്ള ഇതുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പം റോക്കറ്റ് സയൻസ് എന്തെടുത്താലും നമ്മൾ റോക്കറ്റ് സയൻസ് എന്ന് പറയും അല്ലേ. അതെന്തപ്പോൾ നമുക്ക് ബാക്കി സയൻസ് ഒക്കെ ഉണ്ട്, ഇറ്റ് ഈസ് നോട്ട് റോക്കറ്റ് സയൻസ്. അപ്പോൾ അത് ആ വിഷയം അത്രയും ഗ്രേറ്റ്, എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് ഇനി രണ്ടാമത്തെ തലം, ആ ശങ്കരാചാര്യരുടെ ആ ഭാഷ്യത്തിന്റെ ഒരു ഭംഗി ആലോചിക്കുന്നത് എന്താ, രണ്ടാമത്തെ ഇനി ഒരു പരമം, അത് ഉത്തമം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു അറിവ് വിഷയം അത്രയും ഗ്രേറ്റസ്റ്റ് ആണ്, സാധാരണ ഒരു ഓർഡിനറി തിങ് പറ്റിയ വിഷയമല്ല എന്നുകൊണ്ടും, രണ്ടാമത് ഈ വിഷയം ഈ ജ്ഞാനം അത് ഉത്തമമാവുന്നത് അത് നേടിയാലുള്ള ഫലം എന്താണ്, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ഗെറ്റിംഗ് ദാറ്റ്. ഇപ്പൊ നോക്കൂ, നമ്മൾ റോക്കറ്റ് സയൻസ് അല്ലെങ്കിൽ സ്പേസ് സയൻസ്, ഓക്കെ, അതിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം, ആ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് സ്പേസ് ക്രാഫ്റ്റ് അയക്കാൻ പറ്റുന്നു, സാറ്റലൈറ്റ് അവിടെ പോകാൻ പറ്റുന്നു, അവിടെ ആൾക്കാർക്ക് അവിടെ പോയി ഇങ്ങോട്ട് കാണാൻ പറ്റുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ അത്രയും അത് വളരെ വളരെ ഒട്ടും കുറച്ച് കാണുകയല്ല. പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ ഇരിക്കുന്ന ആ സ്പേസ് ക്രാഫ്റ്റിൽ ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാതെ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. അവർക്ക് അപ്പോൾ ആ ഒരു ഈ നോളജ് പഠിച്ചതുകൊണ്ട് ആ വ്യക്തിക്കുള്ള ഗുണം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ.
അവരുടെ മസിൽ മാസ് പോണു, അവരുടെ ശരീരം കംപ്ലീറ്റ് ഡിറ്റീറിയേറ്റ് ആവുകയാണ്. ഏതൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അവരുടെ ആരോഗ്യം കഴിഞ്ഞിട്ടല്ലേ വേറെ എന്തും നേടിയിട്ട് കാര്യമുള്ളൂ. അവരിപ്പം ഒരു 70 വയസ്സ് വരെ ജീവിക്കുന്നവര് 55 വയസ്സിൽ മരിച്ചുപോയി മാലയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ ജ്ഞാനം കൊണ്ട് എന്താ നേട്ടം ആലോചിച്ചു. പക്ഷെ ഇവിടെ ഈ ജ്ഞാനം അത്രയും മഹത്തരമാണ്. ആ ജ്ഞാനം നേടിയാൽ അതിന്റെ ഫലം അതിലേറെ മഹത്തരമാണ്. ഈ ഒരു ജ്ഞാനം നേടിയത് കൊണ്ടുള്ള ഗുണം എന്താണ്, അത് അത്രയും. അപ്പൊ ഒന്നാമത് വിഷയദൃഷ്ട്യാ ഉത്തമം, അതുകൊണ്ടാണ് പരം എന്നുള്ളത്. വിഷയദൃഷ്ടിയാൽ ഉത്തമമാണ്. ഇനി ഫലദൃഷ്ടിയാൽ, അതുകൊണ്ടുള്ള ഫലം എന്താണ്, ഫലദൃഷ്ടിയാലും അത് ഉത്തമമാണ്. അപ്പം എന്താണ് ആ ഫലം എന്ന് പറയുന്നത്? മോക്ഷമാണ്. നമ്മൾ മോക്ഷം എന്താണ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഉപനിഷത്ത് സാരമാണ് ഈ ഭാഗങ്ങളിലെല്ലാം. അപ്പം മുണ്ടകോപനിഷത്തില് ഈ ജ്ഞാനത്തെ, ഈ അറിവിനെ പരാവിദ്യ എന്നാ പറയുന്നത്. ദാറ്റ് ഇസ് നോ വിദ്യ ബിയോണ്ട് ദിസ്. പരാവിദ്യ അഥവാ രാജവിദ്യ. അപ്പൊ ഭഗവാൻ പറയണ, അർജുന, ഞാൻ ഈ ജ്ഞാനം, ഈ ഉത്തമമായിട്ടുള്ള ഈ ജ്ഞാനം നിനക്ക് പറഞ്ഞു തരാം. അപ്പം ഇനി ഫർദർ പറഞ്ഞു തരാം. ഇതുകൊണ്ട് എന്താ കാര്യം? ജ്ഞാത്വ, ഈ അറിവ് കൊണ്ട്, ഇതറിഞ്ഞാല്, ഇതറിഞ്ഞാൽ, ജ്ഞാത്വ ഇതറിഞ്ഞാല്, സർവേ മുനയഃ, ഇപ്പം മുനയഃ, മുനിയാണ്. മുനയഃ പറഞ്ഞ മുനിമാർ, എല്ലാ മുനികൾ എന്ന് പറഞ്ഞാൽ അന്വേഷികൾ. ഇപ്പൊ കുംഭമേളയുടെ സമയമാണ്. മുനി ആരാണ് എന്നൊന്നും നമുക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സർവേ മുനയഃ, അപ്പം ആ സാധന ചതുഷ്ടയ സമ്പത്തി ഉള്ളവരാണ് ആ മുനികൾ എന്ന് പറയുന്നത്. അപ്പൊ സാധന ചതുഷ്ടയ സമ്പത്തി പറഞ്ഞാൽ എന്താ? നമ്മള് സാധനയില് 4 കാര്യങ്ങൾ വേണം. സാധന എന്ന് വെച്ചാൽ സാധനയിൽ 4 കാര്യങ്ങൾ വേണം. അപ്പോഴാണ് അതിന്റെ സമ്പത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, സാധന ചതുഷ്ടയ സമ്പത്തി, അതാണ് യഥാർത്ഥത്തിലുള്ള സമ്പത്തി. ഒന്നാമത്തെ സമ്പത്ത് വിവേകം. വിവേകം എന്ന് പറഞ്ഞാൽ 4 D ആയിട്ട് നമുക്കിതിനെ സമ്മറൈസ് ചെയ്യാം. സാധന ചതുഷ്ടയ സമ്പത്തി. അതിൽ ഒന്നാമത്തെ D ഡിസ്ക്രിമിനേഷൻ. വിവേകം എന്ന് വെച്ചാൽ ഡിസ്ക്രിമിനേഷൻ അല്ലേ. രണ്ടാമത്തെ സമ്പത്തി എന്താ? അത് ഡിസ്പാഷൻ, അല്ലെങ്കിൽ ആ നമുക്ക് ഒരു ഡിറ്റാച്ച്ഡ് വിരക്തി. ഓക്കെ, വിവേക വിരക്തി. അപ്പം ഡിസ്പാഷൻ, അതാണ് രണ്ടാമത്തെ സമ്പത്തി. മൂന്നാമത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നിഷ്ഠ അഥവാ ഡിസിപ്ലിൻ അല്ലേ. നിത്യ സാധന എന്ന് പറയുന്നത് ഡിസിപ്ലിൻ. ഒരു ഡിസിപ്ലിനെ വേണ്ടി കൂടുതൽ പറയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസിപ്ലിൻ്റെ ആവശ്യകത എന്താ, ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ എന്താണ് അത്. പിന്നെ നാലാമത്തത് ഈ മോക്ഷ താല്പര്യം, അതായത് എനിക്ക് ഈ ആത്മജ്ഞാനം നേടണം എന്നുള്ളൊരു താല്പര്യം. ഇതൊക്കെ ഉണ്ടെങ്കിലും, അതായത് വിവേകം, വിരക്തി, നിഷ്ഠ, അതൊക്കെ ഉണ്ടെങ്കിലും ഈ മോക്ഷം വേണം എന്നുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം. ഇപ്പൊ രാമകൃഷ്ണ പരമഹംസനെ എങ്ങനെ പറയുക, അത് ആർക്കേ കിട്ടുള്ളൂ. ഇപ്പോൾ ഗംഗയില് നമ്മളെ പിടിച്ച് മുക്കി വെച്ചോളൂ, അവരവരല്ലേ മുങ്ങിയെന്ന് വെച്ചോളൂ. മുക്കിയിട്ട് ഒരു എത്രയോ സെക്കൻഡുകൾ കഴിഞ്ഞ്, നമുക്കറിയാം ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും, എത്രയോ സെക്കൻഡ് നമ്മൾ പിടിച്ച് മുക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഒറ്റ കാര്യം നമുക്ക് അപ്പോൾ വേണ്ടു. ഈ വെള്ളത്തിൽ മുങ്ങിയ ഒരാൾക്ക് ഒറ്റ സാധനമേ വേണ്ടു. എന്താണ്? ശ്വാസം. ആ ശ്വാസം കിട്ടാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം ആഗ്രഹമുള്ളതാണ് ആ മോക്ഷം. അത് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അത് കിട്ടും എന്നാണ്. ആ ലെവലാണ്. എത്ര ആഗ്രഹം വേണമെന്ന് ചോദിച്ചാൽ അത്ര ആഗ്രഹം കിട്ടും. ഗംഗയിൽ നമ്മളെ കൊണ്ട് മുക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ശ്വാസം എത്ര വേണം എന്ന് നമുക്ക് ആഗ്രഹിക്കുന്നത് അത്ര ആഗ്രഹമുള്ളവർക്ക് മോക്ഷം ഈസി ആയിട്ട് ലഭിക്കും എന്നാണ്. എത്ര ലളിതമായിട്ടാണല്ലേ രാമകൃഷ്ണ പരമഹംസരുടെ ഒരു എക്സാമ്പിൾസും. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്ന രാമകൃഷ്ണ പരമഹംസരാണെങ്കിലും നമ്മൾ ഭഗവാൻ രമണ മഹർഷി എന്ന് പറയുന്നതും ഒക്കെ ഇപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് മാമിയോട് സംസാരിക്കുകയായിരുന്നു.
കാഞ്ചി പെരിയവരെ ഒക്കെ പറയുന്നു. അവര് അതോടുകൂടി ജനിച്ചവരാണ്. അതുകൊണ്ടാണ് അപ്പം രാമകൃഷ്ണ പരമഹംസൻ എന്ന് പറഞ്ഞാൽ സ്കൂൾ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തിയാണ്. അപ്പം അവർക്ക് വേണ്ടത് എന്താണോ അത് അവർക്ക് ആ ജ്ഞാനം, ഏത് ജ്ഞാനമാണോ വേണ്ടത് അതോടുകൂടി ജനിച്ച ആൾക്കാരാണ്. അത് മാത്രമല്ല അതിൽ തന്നെ നിഷ്ഠയോടുകൂടി ഈ പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ, ഡിസ്പാഷൻ, ഡിസിപ്ലിൻ ആൻഡ് ഡിസയർ ഫോർ മോക്ഷ, ഈ 4 കാര്യങ്ങളും സദാ കൂടെ ഈ അഗ്നി ഊതി ഊതി വലിപ്പം വരുന്നത് പോലെ ജീവിതകാലം ഉടനീളം അത് കൂടുതലാക്കി കൊണ്ടുവന്ന ആൾക്കാരാണ്. അങ്ങനെ ആവുമ്പോൾ എന്താ കിട്ടുക? അങ്ങനെ ആവുമ്പോൾ പരാം സിദ്ധി. ഓക്കെ, എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സിദ്ധി, അതിലപ്പുറം സിദ്ധിയില്ല. നമ്മളിപ്പം കുംഭമേളയിലേക്ക് വരികയാണെങ്കിൽ ഓരോ സന്യാസിമാരുടെ സിദ്ധികൾ കണ്ടു അല്ലേ? കണ്ട സിദ്ധികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ഇട്ടുള്ളൂ എന്തൊക്കെയോ സിദ്ധികൾ കണ്ടു. ചില ആൾക്കാർ ജസ്റ്റ് ഒരു 150 വയസ്സായ ഒന്നാമത്തെ സിദ്ധി അത് തന്നെയാണ്. 150 വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെ ഒരു സിദ്ധിയാണ്. അല്ലെ? ആലോചിച്ചോ. അതൊക്കെ നമ്മൾ വളരെ ചെറിയ കാര്യമായിട്ട് തള്ളിക്കളയുന്നതാണ്. 150 വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം. അത് മാത്രമല്ല, അതിപ്പോൾ ഹിമാലയത്തിലൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഇടയിൽ പോലും അങ്ങനെ അവര് വളരെ കോട്ടുസൂട്ടിട്ടായിരിക്കാം ഇരുന്നത്, പക്ഷെ ആ ജീവിതം ഇതായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവും. അത് പലതരത്തിലെ സിദ്ധികളുണ്ട്. അപ്പം ഈ ഒരു സിദ്ധി എന്താ കിട്ടുക? അതൊന്നുമല്ല. ഇപ്പം ഈ 150 വയസ്സായ ആ യോഗി ബാബാജി തന്നെ ജസ്റ്റ് വിളക്കെടുത്തിട്ട് വിരലുകൊണ്ട് വിളക്ക് കത്തിക്കുന്ന വേണ്ടി ജസ്റ്റ് വിളക്കെടുത്ത് ഒരു തീപ്പെട്ടിയും ഒന്നുമില്ല. പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ എന്താ പറയുക, രാമകൃഷ്ണദേവന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആ സിദ്ധിയൊക്കെ എന്താ പറയുക വെച്ചാൽ, രാമകൃഷ്ണദേവന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് 10 രൂപയുടെ സിദ്ധിയാണ്. അതിനൊന്നും വേണ്ടിയിട്ട് നിങ്ങൾ ജീവിതം കളയരുത്. പരാം സിദ്ധി എന്ന് പറഞ്ഞാൽ ഈ ആത്മജ്ഞാനത്തിൽ നിഷ്ഠയോടെ ഇരിക്കുക. ഇത് 10 രൂപയുടെ സിദ്ധി എന്ന് പറഞ്ഞാൽ ആ വിളക്ക് കത്തിക്കണം നിങ്ങൾക്ക് ആകെ വേണ്ടത് 10 രൂപയുടെ ലൈറ്ററോ അല്ലെങ്കിൽ ഒരു മാച്ച് ബോക്സോ ആണ് അല്ലേ? അതിന് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ജീവിതം കളയരുത്. പക്ഷെ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഇതാണ്. അപ്പം ഈ ഒരു സിദ്ധി, അതായത് ഈ പരമമായ ആത്മജ്ഞാനം അത് നേടിയാൽ അതുകൊണ്ട് മാത്രമേ ജീവിതത്തിന് അർത്ഥമുണ്ടാവില്ല. ദ ലൈഫ് ബിക്കംസ് വർത്ത് വൈൽ ഓൺലി ബൈ നോയിങ് ദാറ്റ്. അത് കേനോപനിഷത്ത് നിന്ന് എടുത്തതാണ്. അത് മാത്രമാണ് സത്യം. അപ്പം അതില്ല എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഈ ഒരു അറിവ് ഇത് നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് ഈസ് മീനിങ്ലെസ്. ഓക്കെ, ഇനി ഇതഹാഗത, ഇത് എപ്പോൾ കിട്ടുന്നറിയോ ഈ ഒരു മുക്തി എന്നുള്ളത്? ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ, ജീവനോടെ ഇരിക്കുമ്പോൾ. ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നില്ല എന്നില്ല, എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് ഈ മുക്തി എന്ന് പറയുന്ന സംഭവം നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ കിട്ടേണ്ട സാധനമാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ അതിന് കുറെ കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അത് ജീവനോട് ഇരിക്കുമ്പോഴും ഇതഹ ഇപ്പോൾ, ഓക്കെ, ഇതഹാഗത മാത്രമല്ല, ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അപ്പൊ മുക്തി 2 തരത്തിലുള്ള മുക്തി ഉണ്ട്. ഒന്ന് ജീവൻ മുക്തി, അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ മഹാത്മാക്കളൊക്കെ അവര് 4 വയസ്സിൽ 5 വയസ്സിൽ 10 വയസ്സിലൊക്കെ അവര് അത് നേടിയവരാണ്. എപ്പോഴാണെങ്കിലും ആവാം. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ അറിവിൽ നിഷ്ഠരായിരിക്കുമ്പോൾ അത് ജീവൻ മുക്തി. മരിച്ച ശേഷം ഉണ്ടാവുന്നത് അതിന് പറയുന്നത് വിദേഹമുക്തി. മരിച്ച ശേഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ല. ഈ ജീവൻ മുക്തി നേടിയ ആൾക്കാര് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉള്ള അവസ്ഥയാണ് വിദേഹമുക്തി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് അത് കൂടുതൽ കാണാം. ജസ്റ്റ് ഒരു ഇതായിട്ട് പറയാം. വിദേഹമുക്തി എന്ന് പറഞ്ഞാൽ അവർ ഈ ജനന മരണ സൈക്കിളിൽ നിന്ന് തന്നെ രക്ഷപ്പെടുന്നു. പുനരഭിജനനം പുനരഭിജനനം എന്നുള്ള സംസാര ചക്രത്തിൽ നിന്ന് തന്നെ അവർക്ക് മോചനം, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്. ഓക്കെ, ആ സൈക്കിളാണ്. അപ്പം ഇത് ഇപ്പൊ തന്നെ ഇത്രയും ഇതായി തന്നെ നമ്മൾ ഈ ഒരു അധ്യായത്തിന്റെ ഒരു ഏകദേശ ഒരു രൂപത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായില്ല. തുടർന്ന് 2ാമത്തെ ശ്ലോകം. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗതാഃ സർഗേപി നോപജായന്തെ പ്രളയേ ന വ്യഥന്തി ച. അപ്പം ഈ ജ്ഞാനം ഭഗവാൻ അത് കണ്ടിന്യൂ ചെയ്യാണ്. ഈ ഇതം ജ്ഞാനം ഉപാശ്രിത്യ, ഈ ജ്ഞാനം, ഓക്കെ,
അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ജ്ഞാനം കൊണ്ട് എന്താ ഗുണം? 2 ഗുണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ജീവൻ മുക്തിയും ഒന്ന് വിദേഹമുക്തിയും. അപ്പം ഇത് രണ്ടും കൊണ്ട് അത് രണ്ടും കിട്ടും. പക്ഷെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മമ സാധർമ്മ്യം ആഗത. ഇത് ഇത് ഭഗവത്ഗീതയിൽ തന്നെ ഈ ഒരു കാര്യം എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ പറയുന്നതാണ്. മമ സാധർമ്മ്യം ആഗത എന്ന് പറഞ്ഞാല് നിങ്ങള് ഓരോരുത്തരും ഞാനായിത്തീരുന്നു. എൻ്റെ സാധർമ്മ്യം, യു ബിക്കം മീ. ഓക്കെ, അതിനുള്ള ഓരോ സ്റ്റെപ്പും, ഈ അറിവില് നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും മമ സാധർമ്മ്യം ആഗത, അവര് ഞാനുമായിട്ട് ഒന്നാകുന്നു. ഇപ്പൊ നമ്മള് ഒരു ചൂടുള്ള ഒരു അഗ്നികുണ്ഡത്തിന്റെ നമ്മള് അടുത്താണ് നിൽക്കണ വെച്ചാൽ, കുറച്ചടുത്താണ് നിൽക്കണ വെച്ചാൽ നമുക്ക് കുറച്ച് ചൂടുണ്ടാവും. വളരെ അകലെയാണെന്നുണ്ടെങ്കിൽ ആ അഗ്നികുണ്ഡം ഉണ്ടോ ഇല്ലയെന്ന് പോലും നമുക്കറിയില്ല, അല്ലെ? ആ അഗ്നികുണ്ഡത്തിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവസാനത്തെ സ്റ്റേജ് എന്താ? നമ്മളും അഗ്നിയായിട്ട് തീരും. ആലോചിച്ചു. ഒരു അഗ്നികുണ്ഡത്തിന്റെ, പക്ഷെ അതിനുമായിട്ട് വളരെ ദൂരെയാണെങ്കിൽ നമ്മളും അഗ്നിയായിട്ട് ഒരു ബന്ധമില്ല. അത് എത്ര ചൂടുണ്ടെങ്കിലും നമ്മളെ അത് ബാധിക്കുന്നില്ല. പക്ഷെ അതിനോട് നമ്മൾ കൂടുതൽ അടുക്കും തോറും വി ബിക്കം ദാറ്റ്. അത് എളുപ്പല്ലേ മനസ്സിലാക്കാൻ? മമ സാധർമ്മ്യം ആഗത. അതിനെന്താ വേണ്ടേ? അപ്പം ആ ഈശ്വര തത്വമായിട്ട്, അപ്പൊ അഗ്നിയായിട്ട് നമ്മൾ ഒരുമിക്കുന്ന പോലെ ഈ ഈശ്വര തത്വമായിട്ട് നമ്മൾ ഒരുമിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കളയണം. നമ്മളുടെ ആ ജീവത്വം എന്നുള്ള ആ ഭാവം ഇല്ലാതാവണം. അപ്പൊ മമ സാധർമ്മ്യം എന്ന് പറഞ്ഞാൽ ഈശ്വര സ്വരൂപമാണ്. അപ്പൊ ഈശ്വര സ്വരൂപം ഇതാവുമ്പോൾ അത് പൂർണ്ണത്വമാണ്. അപ്പൊ നമ്മള് ഈശ്വരം എന്ന് പറഞ്ഞാൽ പൂർണ്ണത്വമാണ്. അപ്പൊ നമ്മളെപ്പോഴും നിൽക്കുന്നത് എവിടെയാണ്? നമ്മൾ അപൂർണതയിലാണ് നിൽക്കുന്നത്, അല്ലെ? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്കുള്ള പോരായ്മകൾ നമ്മൾ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താ നമുക്ക് ഇവിടെ നമുക്ക് സെക്യൂരിറ്റി പോരാ, സ്നേഹം പോരാ, സൗന്ദര്യം പോരാ, സൗകര്യങ്ങൾ പോരാ. ഇതെല്ലാം നികത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇൻ വൺ വേ ഓർ അതർ, അല്ലേ? അപ്പം നമ്മളിലുള്ള ആ പോരായ്മകൾ, ഈ പോരായ്മകൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായി? പോരായ്മകൾ ഇല്ലാതാവുമ്പോൾ വി ആർ കംപ്ലീറ്റ് ആസ് വി ആർ. അതെങ്ങനെ ആയിക്കോട്ടെ, അത് 5 അടി ആണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ആണ്, 10 അടി ആണെങ്കിലും കംപ്ലീറ്റ് ആണ്, 50 കിലോ ആണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ആണ്, 100 കിലോ ആണെങ്കിലും കംപ്ലീറ്റ് ആണ്, കറുത്തിട്ടാണെങ്കിലും കംപ്ലീറ്റ് ആണ്, വെളുത്തിട്ടാണെങ്കിലും കംപ്ലീറ്റ് ആണ്, ആണാണെങ്കിലും കംപ്ലീറ്റ് ആണ്, പെണ്ണാണെങ്കിലും കംപ്ലീറ്റ്, കുട്ടിയാണെങ്കിലും. സോ വട്ട് എവർ ആസ് വി ആർ കംപ്ലീറ്റ് എന്നുള്ള ആ ബോധ്യം വരുമ്പോഴാണ് ആ പൂർണ്ണത്വം. അപ്പം അങ്ങനെ നമ്മൾക്ക് എപ്പോഴൊക്കെ ആവാൻ പറ്റുന്നു, എത്ര കൂടുതൽ ആവാൻ പറ്റുന്നു, അപ്പൊ മമ സാധന ആ ഈശ്വര സ്വരൂപവുമായിട്ട് നമ്മൾ നേരത്തെ ഈ അഗ്നിയുടെ എക്സാമ്പിൾ എപ്പോഴും ആലോചിക്കുക. അതിനോട് എത്രയും നമ്മൾ എത്തുമ്പോൾ ആ ഈശ്വര പ്രകൃതിയായിട്ട്, ഈശ്വര സ്വരൂപമായിട്ട് തന്നെ നമ്മൾ അടുക്കുന്നു. നമ്മൾക്ക് ആ സ്വരൂപം നമ്മൾ തന്നെ അതാകുന്നു. വി ബിക്കം വൺ വിത്ത് ദാറ്റ്. അപ്പം അതെപ്പോഴാണ്? ആ പൂർണ്ണത്വം ജീവിച്ചിരിക്കുമ്പോൾ, അല്ലെ? ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മളത് അറിയേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ അത് ആ പൂർണ്ണത്വത്തെ അറിയുന്നതിനാണ് നമ്മൾ ജീവൻ മുക്തി, ജീവിച്ചിരിക്കുമ്പോഴുള്ള ആ മുക്തി എന്ന് പറയുന്നത്. സോ ഐ ആം കംപ്ലീറ്റ് ആസ് ഐ ആം എന്നുള്ളതാണ്. അതിന് നമ്മൾ ആ സെൽഫ് സഫിഷ്യൻസി, ആസ് ഐ ആം, ഐ എം നോട്ട് മിസ്സിങ് എനിത്തിങ് ഇൻ ലൈഫ്. ഇതൊക്കെ നമുക്ക് എഴുതി വെക്കേണ്ടതാണ്. ഐ എം കംപ്ലീറ്റ് ആസ് ഐ ആം. I don't miss anything in life. I don't have any complaints, no regrets എന്ന് അല്ല. അപ്പം ഇത് ഭഗവാൻ എന്നോ നമുക്ക് പറഞ്ഞു തന്നു. ആത്മന്യേവ ആത്മനോ തുഷ്ടഃ, അല്ലേ? നമുക്ക് നമ്മൾ തന്നെ ഓക്കെ, ഐ എം കംപ്ലീറ്റ് ആസ് ഐ ആം, എനിക്ക് ഒന്നിൻ്റെയും കുറവില്ല. അതാണ് നമുക്ക് വളരെ താല്പര്യത്തോടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്. കുറയൊன்றுமில்லை മறைമൂർത്തി കണ്ണ, കുറയൊன்றுമിல்லை കണ്ണാ. അതാണ് പൂർണ്ണത്വം. അതൊക്കെ നമുക്ക് ആ പാട്ടിന്റെ ഒക്കെ രൂപത്തിൽ പറഞ്ഞു തന്നെ അവര് അത് അറിഞ്ഞവരാണ്. ഇനി ഈശ്വര സ്വരൂപം, അല്ലെ? ഈശ്വര സ്വരൂപത്തിന്റെ അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? അത് അഭയസ്വരൂപമാണ്. അപ്പം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഭയമില്ല. അപ്പോ
വിഷ്ണു സഹസ്രനാമത്തിന്റെ അവസാന ഭാഗം നല്ല രസമായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നതാണ്. അവിടെ ആ ആ അഭയമില്ല എന്ന് ഇപ്പോൾ ഞാൻ തമാശയായിട്ട് പറയും. അവനെന്താ ഭഗവാൻ എന്താണ് ഭയത്തിന്റെ ആവശ്യം? സർവ പ്രഹരണായുധ, എല്ലാവരും പ്രഹരിക്കേണ്ട ആയുധം, പിന്നെ ഇതിനെ ഭയക്കേണ്ട ആവശ്യം എന്ന് ഞാൻ തമാശയായിട്ട് പറയണാണ്. ഓക്കെ. അപ്പൊ ഭഗവാന്റെ അഭയസ്വരൂപം, ആ അഭയസ്വരൂപം എന്ന് പറയുമ്പോൾ ഭയമില്ല. നമ്മൾക്കാണെങ്കിലോ എല്ലാത്തിനും ഭയാണ്. നമ്മൾ അവരെന്ത് വിചാരിക്കുന്നു ആലോചിക്കുന്നത് നമ്മളെ ഭയാണ്, അല്ലെ? ആലോചിച്ചോളൂ. അയ്യോ, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് പറയും, ഇയാൾ എന്നെ കുറിച്ചാണ്, ഇതൊക്കെ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ആണ്, നമ്മുടെ ഭയങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ, നമ്മൾ ഈ ഭയം കൊണ്ട് ഓക്കെ, അവരെന്ത് വിചാരിക്കും, എന്നെ കുറിച്ച് എന്ത് പറയും, എനിക്കിത് പോരാ, ഞാൻ ഇന്ന് എന്താണ് ഈ ഈ ഇൻഷുറൻസ് എടുത്താൽ മതിയോ, ഈ ഹെൽത്ത് പ്ലാൻ മതിയോ, എൻ്റെ ആരോഗ്യം, ഇതൊക്കെ നമുക്ക് ഭയങ്ങളാണ്. എപ്പോഴും പറയണ പോലെ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ആ മരണഭയം ഈ ശരീരം മാത്രമാണ് ഞാൻ എന്നതിൽ മുഴുകി നിൽക്കുമ്പോഴാണ് ഇത്രയേറെ ഭയം ഉണ്ടാകുന്നത്. അപ്പം ഈ ജ്ഞാനം കൊണ്ട് എന്താണ് നമുക്ക് കിട്ടുക, നമുക്ക് ഈ ഒരു ഭയത്തിൽ നിന്നുള്ള, ആ ഭയം എന്ന് പറഞ്ഞാൽ അടിമത്വമാണ് ശരിക്കും പറഞ്ഞാൽ. പണ്ടൊക്കെ ഈ ഡിവോഴ്സ് ഒന്നും കേട്ടിട്ട് പോലും ഇല്ല, അല്ലേ? എസ്പെഷ്യലി നമ്മളുടെ പോലും, നമ്മൾ എത്ര വയസ്സായവരൊന്നും അല്ല എങ്കിൽ നമ്മളുടെ പോലും അച്ഛൻ്റെ അമ്മയുടെ അപ്പൂപ്പൻ്റെ അമ്മയുടെ കാലത്ത് ഈ ഒരു ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം കേട്ടുകേൾവില്ലാത്ത ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ്? ആ പാർട്ട്ണർക്ക്, എസ്പെഷ്യലി ഫീമെയിൽ പാർട്ട്ണർക്ക് ഒരു അടിമത്വമാണ്. ബിക്കോസ് ദേ ഡിപ്പെൻഡ് ഓൺ ദി അതർ പാർട്ട്ണർ. അതാണ് ഒരു മെയിൻ റീസൺ ആണ്. ഇന്നിപ്പോ ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് മേജർ റീസൺ ഓഫ് ഡിവോഴ്സ്, അല്ലാതെ കമ്പാറ്റിബിലിറ്റി അല്ല. കമ്പാറ്റിബിലിറ്റി ഒരു ഫാക്ടർ എങ്ങനെ ആവുന്നത്, ഇത് അറിയാൻ ശ്രമിക്കാത്തത് ഒക്കെയാണ്. പക്ഷെ മെയിൻ ആ ഡിപ്പെൻഡൻസ് ഇല്ല. പണ്ട് ഇതിനെപ്പറ്റി ചിന്തയില്ലാത്ത കാരണം ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആണ് അതർ പേഴ്സൺ ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ അപ്പം ആ ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് എന്താ ഉണ്ടാവുക, ഈ അടിമത്വം. അപ്പൊ ആ അടിമത്വം ഇല്ലാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഭയം, ഭഗവാന്റെ പ്രത്യേക ആ ഫീച്ചറാണ് അഭയത്വം. അതുകൊണ്ടാണ് നമ്മളുടെ എല്ലാ ഈശ്വരന്മാരിലും നമ്മൾക്ക് കാണാവുന്ന പൊസിഷൻ എന്ന് പറയുന്നത്, ഭഗവാനെ കാണുമെങ്കിൽ ഈ അഭയവും വരദം ആണ്. ഏത് ഈശ്വരന്മാരെ കണ്ടോ, അപ്പൊ ഇത് മുദ്രയുടെ പേരാണ് അഭയമുദ്ര. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇനി മുതൽ ശ്രദ്ധിക്കാം. എവിടെ ഏത് പിക്ചർ നമ്മൾ എടുത്തോളൂ, ഈ അഭയം എന്നുള്ളത് ഉണ്ടാവും. അപ്പം നമ്മളിപ്പോ മുനികളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഈ സ്വാമി എന്ന് പറഞ്ഞാൽ തന്നെ, ഇപ്പൊ നമ്മൾ സ്വാമിജി ഒക്കെ പറയുന്നുണ്ടല്ലോ, സ്വാമി എന്ന് പറഞ്ഞാൽ തന്നെ അവരവരുടെ മാസ്റ്ററാണ്. ദേ ആർ ദെയർ ഓൺ മാസ്റ്റേഴ്സ് ഓഫ് എവറിഥിങ്. സോ ദേ ആർ നെവർ ദ സ്ലേവ് ഓഫ് എനിത്തിങ്. ഇപ്പൊ നമ്മളൊരു കാര്യം അതാണ്, വി ഷുഡ് ബി ദ മാസ്റ്റർ ഓഫ് അവർ സെൽസ്. നമ്മൾ ഇപ്പോ 4 മണിക്ക് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദനിക്കെന്ന് പറഞ്ഞാൽ വി ആർ ദ സ്ലേവ് ഓഫ് ദ ടീ. ആ അടിമത്താണ് പറയുന്നത്. അതേസമയം ഇല്ല, ചായ കുടിച്ചാലും കുഴപ്പമില്ല, കുടിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, വെള്ളമായാലും മതി എന്നാകുമ്പോൾ വി ആർ നോട്ട് ദ സ്ലേവ് ദെയർ. ദെൻ വി ആർ മാസ്റ്റർ ഓഫ് അവർ സെൽസ്. അതാണ് പറയുന്ന കാര്യം. അതേസമയം അതേപോലെ തന്നെ വി ആർ ദ സ്ലേവ്സ് ഓഫ് അവർ കർമ്മ. വി ആർ ദ സ്ലേവ്സ് ഓഫ് അവർ കർമ്മ. എങ്ങനെ നമ്മുടെ കർമ്മത്തിന് നമ്മൾ അടിമകളാവുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഏതൊരു കാര്യവും ഇന്ന പോലെ ആവാൻ പാടുള്ളൂ, അങ്ങനെ അല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തിളച്ചു മറിയാൻ തുടങ്ങും. സോ അവിടെയും നമ്മളുടെ അടിമത്തം ഇന്ന പോലെ ആവാൻ പറ്റുന്നില്ല. ആ ചെയ്യുന്ന കർമ്മം നമ്മളുടെ ഡു ഇറ്റ് അറ്റ് യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ഇറ്റ് അറ്റ് ഹിസ് ഫീറ്റ്, അല്ലേ? നമ്മൾ അതാ പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ കർമ്മത്തിനും അടിമയാവില്ല. ഇനിയോ സാഹചര്യങ്ങളുടെ അടിമയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ക്രിമിനൽസ് ഒക്കെ, അല്ലെങ്കിൽ വേറെ ആൾക്ക് എന്താ പറയാ, എന്തെങ്കിലും തെറ്റുകൾ അധർമ്മം നടന്ന എന്താ പറയാ, ആ സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ചെയ്തു, അല്ലെ? സാഹചര്യത്തിന് നമ്മൾ ഒരിക്കലും അടിമപ്പെടരുത്. സോ നെവർ ബി സ്ലേവ് ടു പീപ്പിൾ, കർമ്മ ഓർ സർക്കംസ്റ്റൻസ്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ വി ബിക്കം അവർ ഓൺ മാസ്റ്റേഴ്സ്. അപ്പം ഒരു ജ്ഞാനി ആ ഒരു സ്വാമി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് മാസ്റ്റർ ഓഫ് ദാറ്റ്. ഓക്കെ. അപ്പൊ ഒരിക്കലും ആ അടിമ ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ ആ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ് അബൌട്ട് യുവർ പാസ്റ്റ് ആൻഡ് നോ ആങ്സൈറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ. അപ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ആ സെൽഫ് മാസ്റ്ററി ഉണ്ടാവുന്നത്. അപ്പോൾ ഇഫ് യു ഡോണ്ട് ഹാവ് ടു, നമ്മളങ്ങനെ മാസ്റ്ററി വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്. നോ റിഗ്രറ്റ് അബൌട്ട് പാസ്റ്റ്, നോ ആങ്സൈറ്റി അബൌട്ട് ഫ്യൂച്ചർ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്.
പക്ഷെ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ പ്രസന്റ്. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടാണ് പറയുന്നത്, ബി ഫുള്ളി അവെയർ ഓഫ് ദ പ്രസന്റ്. ബി ഫുള്ളി അവെയർ ഓഫ് ദ പ്രസന്റ്. ആ ഫുള്ളി അവെയർ ഓഫ് ദ പ്രസന്റിന് എന്തൊക്കെ ചെയ്യണം, ഒരു നിത്യ ഡിസിപ്ലിൻ, ഡെയിലി ഡിസിപ്ലിൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഇതുവരെയും ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ശീലിക്കുക. ദെൻ യു വിൽ ബി ഫുള്ളി അവെയർ ഓഫ് ദ പ്രസന്റ്. അപ്പോൾ ഫുള്ളി അവെയർ ഓഫ് ദ പ്രസന്റ് ആയിട്ട് എന്ത് ചെയ്താലും ഞാൻ വളരെ ഫുള്ളി അവെയർ ആയിട്ടാണ് ഞാനത് റെസ്പോണ്ട് ചെയ്തത്, ഫുള്ളി അവെയർ ആയിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്തത്, ഫുള്ളി. അപ്പം അതിൻ്റെ ഫലം ഇങ്ങനെ ആയിരിക്കും. ഇനിയിപ്പോൾ അഥവാ ആ ഫലം അങ്ങനെ അല്ലാന്നുണ്ടെങ്കിലും ഐ എം അവെയർ ദാറ്റ് ഈ എനിത്തിങ് ദാറ്റ് ഐ ഡു ഓൾസോ, അതിൻ്റെ ഫലം എന്നുള്ളതിന് ദർ ആർ സോ മെനി ഫാക്ടേഴ്സ് ആക്ടിങ് അപ്പോൺ ഇറ്റ്. ഈ ഞാനല്ല ഇതെല്ലാം നടത്തുന്നത് ഇവിടെ എന്ന ആ ഒരു ബോധം. അപ്പം ആ അവെയർനെസ് അബൌട്ട് ദ പ്രസന്റ് വളരെ വളരെ വേണം. അപ്പം ആ സാധർമ്മ്യം എന്ന് വെച്ചാൽ ജീവൻ മുക്തി. ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭഗവാന് എന്തൊക്കെയാണോ മാഹാത്മ്യമുള്ളത്, ഭഗവാന്റെ മാഹാത്മ്യം ഭഗവാനുമായിട്ട് ഒന്നാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അതായി നമ്മൾ തീരുകയാണ് ചെയ്യും. മരിച്ച ശേഷം ഉണ്ടാകുമ്പോൾ ഉള്ള മുക്തിക്കാണ് വിദേഹമുക്തി. അതേ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ വിദേഹമുക്തി അത് സംഭവിക്കുകയാണ്. അതായത് നാച്ചുറൽ തിങ് ആണ്. ജീവൻ മുക്തരായിട്ട് ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അത് വിദേഹമുക്തിയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സൈക്കിൾ ഓഫ് സംസാര ജനന മരണങ്ങൾ ഇല്ല. ഓക്കെ. അപ്പൊ സർഗേ അഭി നോ അപജായതേ. സർഗം എന്ന് പറഞ്ഞാൽ അടുത്ത സൃഷ്ടിയാണ്. സർഗം എന്ന് പറയുന്നത് നെക്സ്റ്റ് സൃഷ്ടി. നമ്മുടെ ബ്രഹ്മാവിന്റെ ഓരോ സൃഷ്ടിക്കുമുള്ള പേരാണ് സർഗം എന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഹനുമാൻ സ്വാമി ശ്രീരാമദേവ പ്രഭുവിൻ്റെ അടുത്ത് പെട്ടെന്ന് ഓർമ്മ വന്ന, ഇന്നിപ്പോൾ എവിടെ എത്തുന്നു എനിക്കറിയില്ല, അത് കഥയൊക്കെ പറഞ്ഞു പോയിട്ട്, എന്തായാലും ഒരു മോതിരം കളഞ്ഞു പോയത് എടുത്തു കൊടുത്തിട്ട്, ഒരു മോതിരം കളഞ്ഞു പോയത് കൊടുത്തിട്ട് ശ്രീരാമചന്ദ്രപ്രഭുവിനോട് ചോദിക്കും, അപ്പം ഈ മോതിരം എപ്പോഴാണ് തന്നതെന്നോ അങ്ങനെ എന്തോ സംതിങ് റിഗാർഡിങ് ദാറ്റ്. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു ചോദിക്കും, ഏത് കൽപ്പത്തിലെ ഏത് സർഗത്തിലെ ഏത് മോതിരത്തെ കുറിച്ചാണ് നീ ചോദിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ശ്രീരാമചന്ദ്രപ്രഭു ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹനുമാനിലൊരു വലിയ ഒരു ചിന്ത ഉണരുകയാണ്. അത് ശരിയാണല്ലോ. എന്നിട്ട് ഈ സൃഷ്ടിയുടെ ഒരു കണ്ടിന്യൂം, ഒരു സീക്വൻസിൽ പോയി നോക്കുമ്പോൾ ഓരോ കൽപ്പത്തിലും ശ്രീരാമചന്ദ്രപ്രഭു ഉണ്ട്, ഓരോ കൽപ്പത്തിലും ഹനുമാൻ സ്വാമി ഉണ്ട്, ഓരോ കൽപ്പത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ കാണുന്നത് ഇതൊക്കെ ഇവിടെ തുടർച്ചയായിട്ട് എത്രയോ ഇതായിട്ട് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നചികേതസിന്റെ ഇതിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിലും ആ ചോദ്യോത്തരങ്ങളിലും ഇത് തന്നെയാണ് കാണുന്നത്. അപ്പം ഇത് ഇവിടെ തുടർച്ചയാണ്. അപ്പൊ ആ സർഗം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സർഗം എന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലെ ഓരോ തുടക്കത്തിനാണ് ഓരോ സർഗം. അപ്പം ആ സർഗേ അഭി നോ അപജായതേ. അപ്പം അടുത്ത സൃഷ്ടിയിലും അവർക്ക് ജനിക്കേണ്ടതായി വരുന്നില്ല. ഇനി സർഗം തുടക്കമാണ്, സൃഷ്ടിയുടെ തുടക്കം. അതേസമയം സൃഷ്ടിയുടെ ഒടുക്കത്തിൽ എന്താ പറയുക? പ്രളയം, ലയിക്കുകയല്ലേ. അപ്പൊ പ്രളയെ ന വ്യഥതി ച. അപ്പൊ അവർക്ക് ആ പ്രളയം, അതായത് അത് ഇല്ലാതാവുമ്പോൾ അവർക്ക് വ്യഥ എന്ന് വെച്ചാൽ എന്താ? സങ്കടം. അത് ഇല്ലാതാവുമ്പോൾ വിഷമിക്കേണ്ടിയും വരുന്നില്ല. സോ ദേ ഡോണ്ട് ഹാവ് ടു സഫർ ഇൻ ദ ഗ്രീഫ് ഓഫ് മോർട്ടാലിറ്റി. അല്ലെ, ജനിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട്, പക്ഷെ ഇവര് ആ ചക്രത്തിൽ നിന്നും മുക്തി നേടുന്നു. അപ്പോൾ നമുക്ക് അർജുന, അതുകൊണ്ട് ഭഗവാൻ പറയണം, നിനക്കും ഈ ജീവൻ മുക്തി അത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ, അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാത്രമല്ല ജീവൻ മുക്തി മാത്രമല്ല, എന്താ പറഞ്ഞ വിദേഹമുക്തിയും രണ്ടും ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കൂ എന്ന് പറയാം. തുടർന്ന് 3-ാമത്തെ ശ്ലോകം. മമ യോനിർമഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. ഈ അധ്യായത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അത് ആ ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഇവിടെ ഭഗവാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2 ശ്ലോകത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചു. ഇനി ഇവിടുന്ന് ഈ 3-4 ശ്ലോകത്തിൽ സൃഷ്ടി, ദ പ്രോസസ് ഓഫ് ക്രിയേഷൻ, അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കെല്ലാം അറിവുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം കണ്ടതാണ്. എത്ര പ്രാവശ്യം കണ്ടാലും കേട്ടാലും
ഇനിയൊക്കെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ. സൃഷ്ടി. അപ്പം സൃഷ്ടിക്ക് നമ്മളിപ്പം 13-ാം അധ്യായത്തിലും കണ്ടു, പ്രകൃതിയും പുരുഷം ചെയ്വ വിദ്യ അനാദി. അത് പ്രകൃതിയും പുരുഷനും അത് അനാദിയാണ്. അത് രണ്ടും ചേർന്നിട്ടുള്ള ആ ഒരു മിക്സാണ് ഇവിടെ സൃഷ്ടിയായിട്ട് ഉണ്ടായിരിക്കുന്നത്. എല്ലാം തന്നെ ഇതൊക്കെ നമ്മൾ 13 കണ്ടു. അത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടി പറയുകയാണ്. ഇത് അനാദിയാണ്. അതിന് ദറ്റ് ഈസ് ബിഗിനിങ് ലെസ്, അതിന് തുടക്കമില്ല. ആൻഡ് അതാണ് ഈ സൃഷ്ടിക്കുള്ള കാരണം. ബോത്ത് ടുഗെദർ, ഓക്കെ, ബോത്ത് ടുഗെദർ ഇസ് ദ കോസ് ഓഫ് ക്രിയേഷൻ. ഇനി പ്രകൃതി പുരുഷൻ എന്ന എന്താ വ്യത്യാസം? പ്രകൃതി എന്ന് വെച്ചാൽ അത് ചേതനതത്വമാണ്, അത് നിർഗുണമാണ്, നിർവികാരമാണ്, അത് സത്യതത്വമാണ്. ഓക്കെ, സത്യതത്വം എന്ന് വെച്ചാൽ എന്താ? അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽപ്പുണ്ട്. പക്ഷെ അതേസമയം ഇതെല്ലാം പുരുഷതത്വം. ഓക്കെ, അതേസമയം പ്രകൃതി തത്വം അഥവാ മായ എന്ന് വെച്ചാൽ അത് അചേതനമാണ്, ദറ്റ് ഈസ് ഇനേർട്ട്. ഓക്കെ, അത് സഗുണം, എല്ലാ ഗുണങ്ങളോടും കൂടിയതാണ്. അത് സവികാരം, ഇറ്റ് ഈസ് സബ്ജക്ട് ടു മോഡിഫിക്കേഷൻസ്, ചേഞ്ചസ്. ആൻഡ് അതുകൊണ്ട് അതിന് ഒരു ബോറോഡ് എക്സിസ്റ്റൻസ് ഉള്ളു. അതായത് ഈ പുരുഷ തത്വത്തിലൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഇറ്റ്സ് എ ബോറോഡ് എക്സിസ്റ്റൻസ്. അതുകൊണ്ട് അതിന് മിഥ്യ എന്ന് പറയും. അപ്പൊ പ്രകൃതി പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ കോൺഷ്യസ്നെസ് ആൻഡ് മാറ്റർ. ഓക്കെ, ഈ രണ്ട് പ്രിൻസിപ്പിളും സൃഷ്ടിക്ക് മുമ്പും ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഇറ്റ് ഇസ് ബിഗിനിങ് ലെസ്. ഓക്കെ, ഇറ്റ് ഇസ് ഫ്രം ദ ടൈം ബിഫോർ ടൈം സ്റ്റാർട്ടഡ്. ഓക്കെ, ഈ ബിഗ് ബാങ്, ഈവൻ നമ്മളുടെ മോഡേൺ സയൻസിൽ ക്രിയേഷൻ എടുക്കുകയാണെങ്കിൽ ബിഗ് ബാങ്. സോ ബിഫോർ ബിഗ് ബാങ് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പറയണത് അതൊരു നോൺ എക്സ്പ്ലെയിനബിൾ, നോൺ അണ്ടർസ്റ്റാൻഡബിൾ ഒരു ഫേസാണ്. അപ്പം ഈ മിക്സ് ഓഫ് പ്രകൃതി ആൻഡ് പുരുഷ ആണ് സൃഷ്ടിക്ക് കാരണം. അപ്പൊ ഈ സൃഷ്ടിയിലുള്ള ഒന്നും തന്നെ ജസ്റ്റ് പുരുഷനോ ജസ്റ്റ് പ്രകൃതിയോ അല്ല. whatever we see here, feel here is a mix of both. അതാണ് രണ്ടും. ഇത് ഈ മിക്സ്ചറാണ്, അല്ലാതെ ഒന്നൊന്നായിട്ട് എവിടെയും ഇല്ല. പ്രകൃതി മാത്രമായിട്ടോ പുരുഷൻ മാത്രമായിട്ടോ ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ ആ സൃഷ്ടിക്ക് ഇത് രണ്ടും വേണം. അപ്പൊ അതിന് ഭഗവാൻ നമുക്കപ്പോൾ അത് രണ്ടും വേണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ ഈ മാതാ പിത അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്നുള്ള പ്രിൻസിപ്പൽ രണ്ട് വേണമെന്ന് ആ സൃഷ്ടി ഉണ്ടാവുള്ളൂ. നമുക്ക് അറിയുന്ന ഒരു കാര്യമായിട്ട് പറയാണ്. പക്ഷെ അത് അങ്ങനെ ഇപ്പം ഈ പ്രകൃതി പുരുഷൻ എന്നുള്ളത് മെയിൽ ഫീമെയിൽ ആയിട്ട് ഒരിക്കലും എടുക്കരുത്. നമ്മളൊരു എക്സാമ്പിൾ, നമുക്ക് അറിയുന്ന ഒരു എക്സാമ്പിളിന് വേണ്ടി മാതാപിത എന്നുള്ള എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ഈശ്വര തത്വത്തെ നമ്മൾ എപ്പോഴും അർദ്ധനാരീശ്വര സങ്കല്പമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അർദ്ധനാരീശ്വരം. ഇപ്പൊ പാർവതി പരമേശ്വരൻ, ലക്ഷ്മി നാരായണൻ, സരസ്വതിയും ബ്രഹ്മാവും, അങ്ങനെ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ്. അതുകൊണ്ടാണ് കാളിദാസനും അതെ വാഗ്വർത്താവിവ സംയുക്തോ വാഗ്വർത്ത പ്രതിപത്തയെ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരോ എന്നാണ്. അപ്പം ഈ ഒരു ആ മിശ്രിതമാണ് സൃഷ്ടിക്ക് കാരണം. അപ്പം എല്ലാം നമ്മൾ ഇവിടെ കാണുന്ന സർവ്വതും പ്ലാന്റ് ആൻഡ് എലഫന്റ് എന്നാ പറയുക, എല്ലാ ആൻഡ് റൈം എന്ന പോലെ. അപ്പൊ ഇവിടെ സർവ്വതും ഇൻക്ലൂഡിങ് നമ്മളും ഇതിന്റെ മിക്സാണ്. അതുകൊണ്ട് ഈ ഉണ്ടായ എല്ലാത്തിനും തന്നെ ആ ഏതാണോ ഉണ്ടാവാനുള്ള കാരണം, ആ കാരണത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടാവും. ഇത് നമുക്കറിയാലോ, നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ തന്നെ ദുസ്വഭാവങ്ങളാണ് കൂടുതലുള്ളത്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ലെങ്കിലും നല്ലതും അതുപോലെ തന്നെ. അതുപോലെ തന്നെ ഇത് പരമ്പരയായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഡയബറ്റീസ് ഉള്ള ഒരു കുടുംബത്തിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, ഹാർട്ട് പ്രോബ്ലം ഉള്ള ആൾക്കാർ അത് ഹാർട്ട് പ്രോബ്ലം വരുന്നത്. അതപ്പം ഈ ആ ചെയിനിലുള്ളത് തുടർന്ന് വരുന്ന തീർച്ചയായിട്ടും ഫീച്ചേഴ്സ് അത് വരുന്നതാണ്. അപ്പം അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളെ അറിയുള്ളൂ. ഇത് വി ആർ എ മിക്സ് ഓഫ് ദീസ് പ്രകൃതി ആൻഡ് പുരുഷ എന്നുള്ള ഫസ്റ്റ് അത് മനസ്സിലാക്കുക. എന്താണ്, എന്തിനേയും മാനേജ് ചെയ്യണം, എന്തിനേയും നമുക്ക് നേരെ കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അറിയണം. ഇപ്പൊ ഒരു അസുഖമുണ്ട്, ആ അസുഖത്തെ കുറിച്ച് അതിനൊരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ അസുഖത്തെ കുറിച്ച് ആദ്യം അറിയണം. എന്താണ് എന്നുള്ളത്, എന്താണ്, എന്നിട്ടാണ് അതിനെ എങ്ങനെയാണ് എന്നുള്ളത് വേണം, എന്താണ്. അതുപോലെ നമ്മളെ മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എന്നറിയണം. അപ്പോൾ ഭഗവാൻ അത് പറയാണ്, നിങ്ങൾ ഈ രണ്ടിൻ്റെയും ഒരു മിക്സാണ്. അതില് ഞാനാണ് പുരുഷതത്വം. ഓക്കെ, അർജുന, ആ പുരുഷതത്വം അത് ഞാനാണ്. അതിൽ നിന്ന് ഞാനാണ് ആ പുരുഷതത്വത്തില് അതിൻ്റെ ഒരു പുരുഷൻ
ആ പത്നിക്ക് ആ ബീജം കൊടുത്ത് ഗർഭം ദാനം ചെയ്യുന്ന പോലെ ആ മായയ്ക്ക് ബീജം നൽകി അതിനെ പലതരത്തിൽ ഇവിടെ ആക്കുന്ന ആ ആ തത്വം ഞാനാണ്. അതുകൊണ്ടാണ് ആ മായ എന്നത് എൻ്റെ ഭാര്യയായിട്ട് ഭഗവാൻ ഇവിടെ, ആ പ്രകൃതി എന്നുള്ളത് ഭഗവാൻ ഇവിടെ ഭഗവാന്റെ ഭാര്യയായിട്ട് പറയാണ്. ഇത് തന്നെയാണ് സൗന്ദര്യലഹരിയിൽ ശിവ ശക്തിയ യുക്ത യതി പ്രഭവതി, ഇല്ലേ? ശിവ ശക്തിയ, അത് രണ്ടും കൂടെ ആ ചേർന്നിട്ടുള്ള അത് മാത്രമാണ് ശക്ത പ്രഭവിതും നജേ ദേവം ദേവൻ നഖലു കുശല സ്പന്ദിതും അഭിന. അപ്പൊ അതായത് ആ ശക്തി അതില്ലാതെ ഇവിടെ ഒന്നിനും പ്രകടിതമാവാൻ പറ്റില്ല. രണ്ടും വേണം. ഓക്കെ, ഇവിടെ പ്രകടിപ്പിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക വീടുകളിലും കാണാം, എന്തൊരു കാര്യം ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ ആ ശക്തിയെ വിളിക്കും. ആ പേര് ഇപ്പൊ ഷിജി എന്നായിരിക്കും, ജ്യോതി എന്നായിരിക്കും, പുഷ്പ ഷർമിള എന്നായിരിക്കും, മാത്രമേ ഉള്ളൂ വ്യത്യാസം. ശോഭ എന്നായിരിക്കും. എന്തൊരു കാര്യത്തിനാണെങ്കിലും ആ എന്തൊരു കാര്യമാണെങ്കിൽ ആദ്യം ആ വിളിക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ശിവനില് ആ ശക്തി എന്നുള്ളത് ഈ കാരമാണ്. ഈ കാരം ആ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ ഈ കാര്യം ആ ശക്തി ഇല്ലെങ്കിൽ ആ ശിവൻ പോലും ശവം ആണ് എന്നാ പറയുന്നത്. അപ്പം അതപ്പോ നമ്മള് ഭഗവാൻ പറഞ്ഞ അതിന്റെ ആ ഒരു പാരമ്പര്യം നമ്മൾ ഓരോ വീട്ടിലും തുടർന്നുകൊണ്ട് വരികയാണ്. അപ്പൊ ഭഗവാൻ പറയാണ് മമ യോനിഹി. ഇവിടെ പറയണത് മമ യോനിഹി എന്ന് പറയുമ്പോൾ ആ ഫീമെയിൽ പ്രിൻസിപ്പിൾ ആണ് വേണം, അല്ലാണ്ട് പുരുഷ തത്വത്തിനല്ല. അത് ആ മമ യോനി, ആ ഫീമെയിൽ പ്രിൻസിപ്പിൾ. യോനി എന്ന് വെച്ചാൽ വൂമ്പ്. വൂമ്പ് അതെല്ലാവർക്കും അറിയാലോ, ആ ഗർഭപാത്രം. ഓക്കെ, അത് മഹത് ബ്രഹ്മം. അത് മഹത് ബ്രഹ്മം. ഇവിടെ മഹത് ബ്രഹ്മം എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിലെ ഒരു കാര്യമാണ്. ഇവിടെ ബ്രഹ്മം എന്നുള്ളത് ആത്മാവല്ല, ഇവിടെ ബ്രഹ്മം എന്നുള്ളത് പ്രകൃതി അഥവാ മായയാണ്. പ്രകൃതി എന്നുള്ളത് മഹത് ബ്രഹ്മം എന്നുള്ളത് പ്രകൃതി തത്വമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ നേരെ എല്ലാം ഇന്റർപ്രറ്റ് ചെയ്ത് വെച്ചാൽ ആകെ തകരാറിലാവും. ഓക്കെ, മഹത് യോനി അത് മഹത് ബ്രഹ്മം എന്ന പ്രകൃതിയാണ്. അപ്പൊ എങ്ങനത്തെ ബ്രഹ്മമാണ് ആ മഹത് ബ്രഹ്മം? അത് ഈ പ്രപഞ്ച മാതാവാണ്. ഓക്കെ, അപ്പൊ പ്രപഞ്ച മാതാവ് ഗർഭം ധരിക്കുമ്പം എന്തിനാ ഗർഭം ധരിക്കുന്നത്? ഈ പ്രപഞ്ചത്തെയാണ് ഗർഭം ധരിക്കുന്നത്. അപ്പം അതിനെ ആ ഗർഭം ധരിപ്പിക്കുന്ന ബീജം ഈ പുരുഷനാണ്. ഈ ഗർഭം ധരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ബീജം വേണമല്ലോ. ആ ബീജം എന്നുള്ളത് അത് പുരുഷനാണ്, അത് ഞാനാണ്. അപ്പം എന്നിട്ട് എന്താ സംഭവിക്കുക? നമുക്കറിയാം, അത് ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സമയം എടുത്താൽ തസ്മിൻ ഗർഭം ദദാമി, അത് ഞാൻ നൽകി, ആ ബീജം നൽകി, തസ്മിൻ ഗർഭം ദദാതി. എന്നിട്ട് ആ സമയം എത്തുമ്പോൾ അത് ഈ പ്രപഞ്ചമായി പുറത്തേക്ക് വരുന്നു. ഇറ്റ് മാനിഫെസ്റ്റ് ആസ് എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ്. ഇവിടെ അച്ഛനും അമ്മയും ആയിട്ട് ആവുമ്പോൾ എന്താ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, മനുഷ്യൻ അച്ഛനും അമ്മയാണെങ്കിൽ ഈ ബീജം ധരിച്ച ഗർഭം പുറത്തു വരുമ്പോൾ മനുഷ്യ കുട്ടികളായിട്ട് വരും. അല്ല, പട്ടിക്കുട്ടിയാണ് ഗർഭം ധരിച്ചത്, പട്ടിക്കുട്ടികളായിട്ട് വരും. പക്ഷെ ഇവിടെ പ്രപഞ്ചമാതാവാണ് ഇതാവുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാമായിട്ട് വരും. ഓൾ സ്പീഷീസ് അല്ലെ. പട്ടിക്കുട്ടി മനുഷ്യക്കുട്ടീനെ തരില്ല, മനുഷ്യങ്ങള് പൂച്ചക്കുട്ടിയെ തരില്ല. ആ ഒരു വ്യത്യാസം മാത്രം മനസ്സിലാക്കുക. ഇവിടെ പ്രപഞ്ച മാതാവും പിതാവുമായതുകൊണ്ട് ഇവിടെ പുറത്തേക്ക് വരുന്ന പ്രപഞ്ചത്തിലെ എല്ലാമായിട്ട്, എവറിത്തിങ്, ചരാചരം, സർവചരാചരങ്ങളുമായിട്ട്. ഓക്കെ, ചരാചരങ്ങളായിട്ട് വരും. അപ്പം സർവ ഭൂതാനാം സംഭവ, സർവഭൂതാനാം, എവറിത്തിങ്, സർവഭൂതാനമായിട്ട് ഇവിടെ സംഭവിക്കുന്നു. അത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു സീക്വൻസ് എന്താന്ന് പറഞ്ഞു. ആദ്യം ആകാശാത് വായു, വായോരഗ്നി, അഗ്നിർ ആപഹ, ആപാർ പൃഥ്വി, പൃഥ്വിയോർ ഔഷധ, ഔഷധയോ അന്നഹ, അന്നാഥ് പുരുഷ. അവിടെ പുരുഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാര് എന്നുള്ളതാണ്. ആ ഒരു സീക്വൻസ് ആണ്. അപ്പൊ എല്ലാം അതിൽ നിന്നുമാണ് അർജുന ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഉത്ഭവിക്കുന്നത്. തുടർന്ന് സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തി യാഃ താസാം ബ്രഹ്മ മഹത് യോനിഃ അഹം ബീജപ്രദപിതാഃ. ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ. അതൊക്കെ പറയാം. അഹം ബീജപ്രദ പിത എന്നുള്ള ഇതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പം ഈ പ്രപഞ്ച പിതാവ് ഞാനാണ്. മായ എന്നത് പ്രപഞ്ച മാതാവാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിലെ വ്യത്യാസം എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്. ഇവിടെ പ്രപഞ്ച മാതാവും പിതാവും ആവുമ്പോൾ സർവയോനിഷു
യഹാ മൂർത്തയ സംഭവതി. ഇവിടെ സദാ എന്തായിട്ട് എന്തൊക്കെ രൂപം ഭാവം, മൂർത്തി എന്ന് പറഞ്ഞാൽ മൂർത്തിബത് ഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാവുന്ന, തൊടാവുന്ന, കേൾക്കാവുന്നതായിട്ട് ഇവിടെ മൂർത്തമായിട്ട് സംഭവിക്കുന്നത് എന്തൊക്കെയാണോ, അതായത് വാട്ട് എവർ ലിവിങ്, നോൺ ലിവിങ്, അതിന്റെ ഒറിജിനൽ കോസ് എന്ന് പറയുന്നത് ഞാനും ആ മായയും ചേർന്നിട്ടുള്ള, ആ മായ ഇംപ്രഗ്നേറ്റഡ് ബൈ മീ, ആ മായയിൽ ഈ പുരുഷ ബീജം ഉള്ളത് കൊണ്ടാണ്. ഇവിടെ മൂർത്തി എന്ന് പറഞ്ഞാൽ ശരീരം, കാണാവുന്ന എന്തൊക്കെ ശരീരം അതൊക്കെ. അപ്പം യാഹ സംഭവന്തി, ഇവിടെ കാണുന്ന എല്ലാം തന്നെ. അപ്പൊ നമ്മൾ എല്ലാവരും ആ ബ്രഹ്മ മായ എന്ന മാതാപിതാ കോമ്പിനേഷന്റെ സന്തതികളാണ് എന്ന് നമുക്ക് അപ്പൊ തീർച്ചയായിട്ടും ആ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾക്ക് ഉണ്ട് എന്ന ബോധ്യത്തോടു കൂടി നമ്മളെ അറിയാൻ ശ്രമിച്ചാൽ, യഥാർത്ഥത്തിൽ നമ്മളെ അറിയാൻ ശ്രമിച്ചുകൊണ്ട്, അപ്പൊ ആ പൂർണ്ണത്വം എന്നത് നമുക്ക് ക്ലെയിം ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ എന്താ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്, അത് ക്ലെയിം ചെയ്യാം. സോ ആ അറിവ് നമ്മളൊന്ന് റീക്ലെയിം ചെയ്യേണ്ട ആവശ്യകതയുള്ളൂ. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ജീവൻ മുക്തരായിട്ട് വളരെ ഫ്രീ ആയിട്ട് ഉള്ള എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്യാം. നമ്മളിവിടെ അമ്മയായിട്ട്, അച്ഛനായിട്ട്, മകനായിട്ട്, എംപ്ലോയി ആയിട്ട്, നെയ്ബറായിട്ട് എല്ലാ ട്രാൻസാക്ഷൻസും ആ ഒരു ബോധ്യത്തോടു കൂടി വി ആർ കംപ്ലീറ്റ്, വി ആർ വെരി സെക്യൂർ, വി ഹാവ് ഗോട്ട് ഓൾ ദാറ്റ് ക്വാളിറ്റീസ്. അത് ആ സാധർമ്മ്യം. ഓക്കെ, സോ ഗോ നിയർ ടു ദാറ്റ് ഫയർ ആൻഡ് ബിക്കം വൺ വിത്ത് ദ ഫയർ എന്ന പോലെ ഗോ നിയർ ടു ദോസ് ക്വാളിറ്റീസ് ആൻഡ് ബിക്കം മീ എന്ന് ഭഗവാൻ പറയണം. കൂടുതൽ നമുക്ക് ഭഗവാൻ അനുവദിക്കുന്ന പോലെ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. താങ്ക് യു സോ മച്ച്.